ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനുള്ള എംപിമാരുടെ പ്രതിനിധി സംഘം ഇന്ന് യാത്ര തിരിക്കും. ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് യാത്ര പോകുന്നത്. UAE, ലൈബീരിയ, കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിൽ ഈ സംഘം സന്ദർശനം നടത്തും. ഡൽഹിയിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി വിനീത വിജി തത്സമയം വരികയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, യാത്രാ സംഘം എത്ര മണിക്കാണ് യാത്ര തിരിക്കുക? റെഡിയായി കഴിഞ്ഞോ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. യാത്രാ സംഘങ്ങളൊക്കെ തന്നെ റെഡിയായി കഴിഞ്ഞു. ഇന്ന് 2 ടീമുകളാണ്, 7 പേരടങ്ങുന്ന 2 സംഘങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കുക. ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് രാവിലെ 11 മണിയോടുകൂടി ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടുന്ന ഒരു സംഘം അവർ ജപ്പാനിലേക്കാണ് യാത്ര തിരിക്കുന്നത്. മറ്റന്നാളായിരിക്കും അവർ ജപ്പാനിലേക്ക് എത്തുക. ആ സംഘവും ഇന്ന് രാവിലെയോടുകൂടി പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. JDU MP നേതൃത്വത്തിലുള്ള JDU MP നയിക്കുന്ന ടീമാണ് ആദ്യഘട്ടത്തിൽ പോകുന്നത്. ഒപ്പം തന്നെ ഇന്ന് ET മുഹമ്മദ് ബഷീർ, ബാൻസുരി സ്വരാജ് അടക്കമടങ്ങുന്ന UAE സന്ദർശിക്കുന്ന മറ്റൊരു ടീമും ഇന്ന് യാത്ര തിരിക്കുന്നുണ്ട്. അവർ നാളെയോടുകൂടി UAE-യിലേക്ക് എത്തും. അവരാണ് ആദ്യഘട്ടത്തിൽ ഈ പോകുന്ന പ്രതിനിധി സംഘം UAE-യിലേക്ക് പോകുന്ന സംഘമാണ്. അങ്ങനെ ഇന്നും നാളെയുമായി 3 ടീമുകളാണ്, MP-മാർ അടങ്ങുന്ന 3 പ്രതിനിധി സംഘങ്ങളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പര്യടനം നടത്തുന്നത്. ഇതിൽ രാവിലെയോടുകൂടി തന്നെ ആദ്യ ടീം പുറപ്പെടുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ചും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഒപ്പം തന്നെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാട് അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരിക എന്നതും ഈ സംഘത്തിന്റെ ലക്ഷ്യമാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ 3 ടീമുകളുടെയും ലീഡർമാർ നേരത്തെ തന്നെ 7 അംഗങ്ങളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. 7 ടീമുകളാണ് ഈ വിദേശ പര്യടനത്തിന് പുറപ്പെടുക. ഓരോ ടീമിനും ഓരോ അംഗങ്ങളെയും നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഇന്നലെ ഈ 3 ടീമിന്റെയും അംഗങ്ങളെ, 3 ടീമിന്റെയും ലീഡർമാരെ വിദേശകാര്യ സെക്രട്ടറി നേരിൽ കണ്ട് ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയിക്കേണ്ടത്, ഇന്ത്യയുടെ നിലപാട് എന്താണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. തുടർന്ന് ഇന്നും നാളെയുമായി 3 ടീമുകൾ യാത്ര തിരിക്കും. ഇതിലേറ്റവും പ്രധാനമായും നമ്മൾ പറയേണ്ടത് ഈ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട്, ഒപ്പം തന്നെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ നടപടികൾ എങ്ങനെയായിരുന്നു, അത് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയതാണ്. ഈ ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് നമ്മൾ ആക്രമണം നടത്തിയത്. ഇത്തരത്തിലേക്കുള്ള ഇന്ത്യയുടെ നടപടികളെല്ലാം തന്നെ ഈ സംഘങ്ങൾ വിശദീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വിവിധ ലോകരാജ്യങ്ങളിൽ എത്തുന്ന സംഘങ്ങൾ അവിടെയുള്ള പ്രമുഖർ, നയതന്ത്രജ്ഞർ, ഒപ്പം രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഓരോ മേഖലയിലെയും ഓരോ രാജ്യത്തെയും ഇന്ത്യൻ സമൂഹത്തെ അവർ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ദിവസത്തെയും കൂടിക്കാഴ്ചകൾക്ക് ശേഷം അതത് രാജ്യങ്ങളിലെ അന്ന് അവർ കൈക്കൊണ്ട നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു, അവിടുത്തെ നിലവിലെ സാഹചര്യം എങ്ങനെയായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 59 MP-മാരടങ്ങുന്ന സംഘമാണ് ഈ ദിവസങ്ങളിൽ ഇന്ന് യാത്ര തുടങ്ങുകയാണ്. ഇന്ന് ആ വിദേശ പര്യടനത്തിന്റെ ഭാഗമാകുന്നത്. ഏതാണ്ട് 39ഓളം ലോകരാജ്യങ്ങൾ അവർ സന്ദർശിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനമായും മറ്റൊരു ലക്ഷ്യം ഈ സംഘത്തിനുള്ളത് ഈ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന നിലപാട് അത് ഇന്ത്യ ആവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ആവർത്തിക്കുമ്പോഴും ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ മറ്റൊരു ആളുടെയും ആവശ്യം നമ്മൾക്കില്ല എന്നൊരു നിലപാട് തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ TRF എന്ന ഭീകര സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ UN രക്ഷാസമിതിയുടെ സഹായം കൂടി തേടാനുള്ളൊരു ലക്ഷ്യം കൂടി ഈ യാത്രയ്ക്ക് പിന്നിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സംഘാംഗങ്ങളൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു. ഇതിൽ ഇന്ന് പുറപ്പെടുന്ന 2 ടീമിൽ ET മുഹമ്മദ് ബഷീറും ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്.